ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്വാഗതം. ഇവിടെ ഉണ്ട്, എല്ലാരും ഇരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ടെറസിന്റെ മേലെ ഇങ്ങനെ വൈകുന്നേരത്തെ കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര ചൂട്. അപ്പോ എന്തൊക്കെ നിങ്ങളെ വിശേഷം? ഞങ്ങൾക്കെല്ലാം സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം സുഖമാകുന്നു വിചാരിക്കുന്നു. രാത്രിയില്ലേ? അതെ, മോളൂസ് പറയുന്ന ഇന്നലെ രാത്രിത്തെ മഴ, അടിപൊളി കാറ്റൊക്കെ ഇന്ന് നല്ല വെള്ളം കോണി റൂമിനുള്ളിൽ കൂടെ ഒക്കെ വന്നിന്നൊക്കെ പറയാനല്ലേ. ഞങ്ങളെ കോണി റൂമൊക്കെ അപ്പൊ വെള്ളമൊക്കെ ഇങ്ങനെ വരും, കേറി വന്നീന്നും. നമ്മളവിടെയും വന്നിക്കണ്, അവിടെയും വന്നിക്കണ്. അതെ, നിങ്ങളെ അവിടെ എല്ലാം എല്ലായിടത്തും മഴ ഉണ്ടായിക്കണ് തോന്നി. മൂച്ചി ഇവിടെ മേലെ എത്തിക്കണേട്ടാ. മൂച്ചിതാ വലുതായി വലുതായി മേലെ എത്തിയിട്ടുണ്ട്. നിങ്ങളെ മൂച്ചിയുടെ കുട്ടിമോൻ എത്തിയടാ സൈഡിലാണ് നിൽക്കുന്നത്. കുട്ടിമോനാ കാക്കയാണ്. അപ്പൊ കുട്ടിമോൻ ഇവിടെ ഇല്ല. കുട്ടിമോന് വർക്ക്ഷോപ്പിന്റെ പണി പഠിച്ച, വണ്ടിന്റെ പണി പഠിച്ചാൻ പോയത്. ആളെ ഒരു ആഗ്രഹമാണ് വണ്ടി നന്നാക്കല് പഠിക്കണം എന്ന്. ഭയങ്കര താല്പര്യം. പ്ലസ് 1 പ്ലസ് 2 കഴിഞ്ഞാൽ എന്നെ വേറെ ഡിഗ്രിക്കൊന്നും ഞാൻ പോണില്ല, എനിക്ക് വണ്ടിന്റെ കോഴ്സ് പഠിക്കണം. വണ്ടി 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 പിരാന്തന്മാരാണ്. സ്കൂൾ വെക്കേഷൻ അല്ലേ, അപ്പൊ ഏതായാലും വെറുതെ ഇരിക്കല്ലേ. അപ്പൊ നമ്മളെ നാട്ടിലെ ഇവിടെ നല്ല അടിപൊളി ഒരു മെക്കാനിക്കാണ് ഹനീഫ എന്ന് പറയും. സ്വാഗതമാട് കുന്നമ്പല അങ്ങോട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ മോളൂസ് എന്താ പറയാ, മോളിന്റെ കാക്ക പോവാണ് ഗൾഫിക്ക് അല്ലേ. പറഞ്ഞെടുത്താ എന്നാ പോണ് കാക്ക? കാക്ക തിങ്കളാഴ്ച പോവാണ്. അപ്പൊ ഭയങ്കര ടെൻഷനിലാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനുണ്ട് കുഞ്ഞിന് പോവാന്ന് പറഞ്ഞപ്പോ. അല്ലേ, ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പൊ ഏതായാലും പോയി നന്നാവട്ടെ, എല്ലാരും പ്രാർത്ഥിക്കണം. വലിയ കുട്ടിയായി. പിന്നെ ഞങ്ങളെ കല്യാണത്തിന്റെ അന്ന് ഓനക്ക് 4 മാസാണ്. ഇന്ന് ഓന് 20 വയസ്സ് കഴിഞ്ഞുല്ലേ. 20 വയസ്സായി. അപ്പൊ ഏതായാലും ആള് വിദേശത്തേക്ക് പോവാണ്. അപ്പൊ എല്ലാരും ദ്വാരിക്കണം. പോയി എല്ലാം ശരിയായി. പണിയൊക്കെയാണ് പോണത്. അതെ, വിസിറ്റിങ്ങിനാണ് ഇപ്പൊ പോണത്. ഇനി വിസ റെഡിയാക്കാണ്ട് ചെന്നിട്ടില്ലേ. അതെ, അങ്ങനെയാണ്. അവിടെ ജസ്റ്റ് വിസിറ്റിങ്ങിന് പോയിട്ട് അവിടെ നിന്നിട്ട്. പിന്നെ വേറെ സംഭവം ഉണ്ട്. ഇവന്റെ തൊള്ള ഒന്ന് കാണിച്ചു കൊടുത്താ നോക്കട്ടെ. ഒരു പല്ല് പോയി. തുറക്ക്. ഇതാ തുറക്കണ്ട, കാണുന്നുണ്ടല്ലോ. ക്യാമറമൊക്കെ ഇതാണ് ക്യാമറ. അപ്പൊ ഈ പല്ല് എന്താ സംഭവിച്ചാല് ഒരു വയസ്സും കാക്കാനെ മാതിരി പണ്ടത്തെ കാലത്ത് ഇവിടെ വീടിയൊക്കെ വെച്ച് വലിക്കണേ. എന്താ സംഭവിച്ചാല് അവന് പല്ല് എന്താന്നറിയില്ല, എല്ലാ മക്കളും പല്ല് എളുപ്പം ഇളകൂല. ഇവന്റെ ഇളകണില്ല. ആ പല്ല് ഒന്നിന്റെ ഇളകും, പിന്നീട് ഉറക്കാണ്. അപ്പൊ എന്താ പറയാ, അവിടെ ഉറച്ചിട്ട് ഉള്ളിൽ കൂടി പല്ല് വരികയാണ്. ആ പല്ല് അവിടെ അതിന്റെ ഒപ്പം പല്ല് വന്ന് ഇപ്പൊ ഏതായാലും ആ പല്ല് ഇപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പറിച്ചു കൊടുക്കണം. 2 പല്ലായി ഇപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പറിച്ചു കൊണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ളൊക്കെ ഇളക്കണം. ഇളക്കിയില്ലെങ്കിൽ എനിക്ക് 350 റുപ്യം പോകും, എനിക്ക് വേദന സഹിക്കേണ്ടി വരും. പിന്നെ ചെറിയൊരു അഭിപ്രായം ഉണ്ടാവും എനിക്ക്. ഇങ്ങനെ ഐസ്ക്രീം വാങ്ങും പറിക്കുമ്പോഴേ. അപ്പൊ പറയണ്ടേ കുറച്ച് വേദന സഹിച്ചാലും വേണ്ടി ഐസ്ക്രീം കിട്ടുമല്ലോ. ഓരോ ഐസ്ക്രീം ഓരോ പല്ല് പറിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരെങ്കിൽ എത്ര ഐസ്ക്രീം കിട്ടുമല്ലേ. ഒരുപാട് ഐസ്ക്രീം. പക്ഷെ വേദനന്റെ അവസ്ഥ ആലോചിച്ച ഒരു ഐസ്ക്രീം വേണ്ടല്ലോ. കൂടി പൊടിച്ചിട്ടാണ് ആ പല്ല് പറിച്ചിക്കണല്ലേ. അതെ, എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഓർമ്മ ഉണ്ട് അവനക്ക് എത്രമാത്രം വേദന ഉണ്ട് എന്നുള്ള. ഡോക്ടർ ഒരു ഡോക്ടറെ തെറിപ്പിച്ചില്ലേ ചെയ്. അപ്പൊ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞേ, ഡോക്ടർ നല്ല ഇതിട്ടാ. ഡോക്ടർ സൂചിയൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ടാക്കിയ കാണിക്കാതെ. അപ്പൊ എന്താ പറയാ, എല്ലാരും ഞങ്ങള് ചായ അടിച്ചിട്ടൊന്നുമില്ല. ചായ കടി കൊടുന്നെ കടി കൊടുന്നെന്ന് പറയാ. അപ്പൊ നിങ്ങളൊക്കെ ചായ കുടിച്ചാ എന്തേന്ന് കടി? ഇതിപ്പോ നാളെ രാവിലെ ആയിക്കോട്ടെ. അപ്പൊ അവർക്ക് നമ്മള് വൈകുന്നേരം വീഡിയോ എടുക്കണേട്ടാ. ഇവിടെ നല്ല രസമല്ലേ നിങ്ങൾ നോക്കാണി. എന്തൊരു ഭംഗിയാണോ ആളോ, എന്തൊരു ഭംഗിയാണ്. ആകാശം എന്ത് ഭംഗിയാണോ കണ്ടില്ലേ. ആകാശം പൊന്നോ, ഞാൻ ആകാശല്ലേ. ഇപ്പൊ മഴക്കാറല്ലേ. അല്ലല്ലോ മോളൂസ, ഞാൻ നല്ല കറുത്തിട്ടാ. കൊതുക. അപ്പോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. പിന്നെ പെൺകുട്ടിയില്ലെങ്കിലും പെൺകുട്ടി ഇല്ലാന്ന് പറയാൻ പറ്റൂല. അതേ ഫീൽ തന്നെ അല്ലേ. അതേ ഫീൽ ചെയ്യുന്ന നമ്മളെ പെൺകുട്ടിയാണ്. പിന്നെ കുട്ടിമോന് അങ്ങനെ ഒരു
ഒരു കൈത്തൊഴിൽ പഠിക്കാന്നുള്ള അഭിപ്രായത്തിൽ നമ്മുടെ ഹനീഫാന്റെ വർക്ക്ഷോപ്പിലേക്ക് പോയിക്കണ്. ഇലക്ട്രീഷ്യൻ 2 മാസത്തെ വെക്കേഷന് ഓന് പോയി. ഇനിയിപ്പോ +2 കഴിഞ്ഞാൽ ഓൻ ആ കോഴ്സിന് പഠിപ്പിക്കണം എന്നുണ്ട്. അതെ, നമുക്ക് ഒരാൾക്ക് താല്പര്യമുള്ള ആളെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ താല്പര്യം മുത്തുവിന് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ, നമ്മളോടൊന്നും പറയില്ലല്ലോ, ഇയാളെല്ലാം പറയും, എല്ലാം പറയും, തുറന്ന് പറയുമല്ലോ. അപ്പൊ അവന് മറ്റോൻ എന്ത് ചെയ്ത് മൊബൈൽ ടെക്നീഷ്യനായി പഠിപ്പിക്കാൻ പറഞ്ഞയച്ച്. പക്ഷെ ഓനിപ്പൊ പറയാം ഓനക്ക് താല്പര്യം ഇല്ലേന്നത്. പക്ഷെ ഓൻ പഠിച്ചും ചെയ്തേക്കണ്. അതെ, ആൾക്ക് പൊതുവെ ഏതായാലും മൊബൈലിൽ എന്തിനും ഒരു കുത്തി കഴിക്കണ്ട അങ്ങനെയുള്ള മെക്കാനിക്കലൊക്കെ നല്ല താല്പര്യത്തിലാണ് ഈ മുത്തും തന്നെ. എല്ലാം ഇഷ്ടം തന്നെയാണ്. പിന്നെ ഫോണ് നന്നാക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാം അതെ, അടിപൊളി. അവിടെ ബുക്കും. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ്. നല്ല പടർന്ന പന്തലിച്ചുകള്. പക്ഷെ ആ പന്തലിച്ചിനനുസരിച്ച് മാങ്ങ 15 മാങ്ങുള്ളൂ കേട്ടാ. ഈ മൂച്ചയൊക്കെ എത്രയോ ഇവിടുന്ന് പറിക്കും, അങ്ങോട്ടേക്കും, അവിടുന്ന് പറിക്കും, ഇങ്ങോട്ടേക്കും എന്നിട്ടോ ഉണ്ടായി എന്നുള്ളതാണ് അല്ലേ. ഉണ്ടാവാൻ വിചാരിച്ചാൽ ഇത് അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഉള്ളിലുണ്ടാ ഇവിടെ ഒരു മാങ്ങുണ്ട്. ഇവിടുന്ന് എത്തൂല. ഇപ്പൊ കള്ളന്മാര് വാർപ്പിന്റെ മേലെ കയറി മോന് ചിരിച്ചുണ്ട്. ഈ മാ കടിച്ചു നോക്കിട്ടാ. ഇവിടെ ഇത് ചതിയാണ് കേട്ടോ, അത് ചതിയാണ്. എന്താങ്ങള് കാരണം ഇവിടെ വാർപ്പിന്റെ മേലെ ഇല്ല കൊഴപ്പില്ല, കറുത്തിച്ചിട്ട്. ഇനി വേറെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടടാ. അതും കടിച്ചിക്കണാ. ഇവിടെ ഇവർക്ക് കള്ളന്മാർക്ക് ഇതൊക്കെ പണിയിട്ട് ഇവിടെ കേറിങ്ങാണ്ട് മാങ്ങ ആ ഞെട്ടിമ്മലേ നിർത്തി കടിച്ചു നോക്കുക ഇവന്മാർക്ക് പണി. അപ്പൊ മൂച്ചി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ശരിക്കും ഇത് ഉണങ്ങി എന്നിട്ട്. അപ്പൊ നമ്മളൊക്കെ ഒരുപാട് വിഷമിച്ചെന്നാണ് ഈ മൂച്ചി. കാരണം ഈ മൂച്ചി നഷ്ടപ്പെടുകയാണ് എന്നുള്ളവർക്ക്. കാരണം അവിടെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ മൂച്ചിക്ക്. ഇതിപ്പോ ഇത് പുതിയ ഉണ്ടാവണേ. സപ്പോട്ട മരം കണ്ട പെരനെക്കാട്ടിയും വളർന്നല്ല. പിന്നെ അവിടെ ഒരു മൂച്ചിണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ ഒരു മൂച്ചിണ്ട് കേട്ടാ. കണ്ട കറുമത്തി ഉണ്ടാ, തല പോയ തെങ്ങ അറിയില്ല, അതേ ബൈക്ക്. അപ്പോ ഇവിടെ വൈകുന്നേരം ഭയങ്കര രസമാണ്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല രസമാണ്. ഇതിന് നമുക്കിതിന്റെ മേലെ കയറി ഇവിടുത്തെ നല്ല ഒരു എന്തൊക്കെയോ ഒരു സമാധാനങ്ങൾ കാണും അല്ലേ. കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോൾ നല്ല മേഘത്തിലൊക്കെ നോക്കുമ്പോ എന്തോ ഒരു ഭംഗി. മഴക്കാറുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ആകാശത്തുണ്ട്. അത് മേലേക്ക് നോക്ക്. അപ്പൊ കാണിച്ചില്ലേ ഇജോ നോക്കട്ടെ. ഇത് വെച്ചോക്കാ. അപ്പൊ ഇത് വെച്ചോക്കാ. ഏതാ? ഞാനും മോൾട്ടിയാണ്. വെളുപ്പില് മോൾട്ടി. ഇത് അത്രയും വെളുപ്പില്ലല്ലോ അന്റെ അത്രയും. ഞാനും മോൾട്ടി. അപ്പൊ ഇത് ചെറിയ മഴക്കാറ്, ഇത് വലിയ മഴക്കാറ്. ഇതിന്റെ നിറത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇവര് പറയുമ്പോ അത്ര നിറം കുറവൊന്നും ഇല്ല. ഉണ്ട് കുറച്ച്. നല്ല ഇപ്പോഴും നിറണ്ട്. നിറത്തിലൊന്നും കാര്യമില്ല അല്ലേ. ഉള്ളില് നല്ലൊരു കളറുണ്ടോ? അതല്ലേ ഏറ്റവും വലിയ ഭംഗി. ഈ ലോറിന്ന് പുറത്തേക്ക് കൈയിട്ടിട്ട് ഈ കൈ കറുത്തിന്ന് അതിപ്പോ കുറഞ്ഞ് കയ്യടില്ല. അപ്പോ ഞങ്ങളിതാ വീടിന്റെ മേലെ ഈ പച്ചപ്പെല്ലാം ആസ്വദിച്ച് ഈ നല്ല മേഘങ്ങളെല്ലാം ആസ്വദിച്ച് അടിപൊളിയായിട്ട്. അപ്പൊ നിങ്ങൾ ചായ കുടിക്കാൻ പോകണേ. ചായക്ക് കാര്യമായിട്ട് എന്തുണ്ടാക്കി സ്പെഷ്യൽ? വാട്ട് ഈസ് യുവർ സ്പെഷ്യൽ? റസ്ക് ഉണ്ട് കൊടുന്ന് വെച്ചിട്ട് ഞാന്. അപ്പൊ ഇന്ന് എന്തോ ഉണ്ടാക്കുന്നു പറഞ്ഞിരുന്നല്ലോ. ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിട്ടില്ല, അതുകൊണ്ടാണ് റിസ്ക് വാങ്ങിയത്. അതേതാ? അതല്ല നമ്മളിപ്പോ കൊണ്ടില്ല, ആ റിസ്ക് തന്നെ. അപ്പൊ ഏതായാലും ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. കുട്ടിമോൻ ഇപ്പൊ വരും. കുട്ടിമോനൊക്കെ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രതീക്ഷയിലേക്കാരും വരിക. എന്തായാലും ആൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. എന്തായാലും ആൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ആയിക്കോട്ടെ ആയിക്കോട്ടല്ലേ മോള് നാളെ ഉണ്ടാക്കാട്ടാ. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നാളെ നാളെ വൈകുന്നേരം കുടിരിക്കലുണ്ട്. അസ്കറിന്റെ അനിയൻ നമ്മളെ പഞ്ചായത്ത് കൽപ്പഞ്ചേരി പഞ്ചായത്ത് മെമ്പർ ഹൈദറിന്റെ വീട്. ഹൈദറിന്റെ ആദ്യാന്റെ ആദ്യം എന്റെ ഫ്രണ്ടാ. അപ്പൊ ആദ്യം എന്താ എന്നോട് കുടിരിക്കൽ പറയാൻ ചോദിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചിങ്ങനെ അതേപോലെ മാളും സുഖമൊന്നുമില്ല ഇനിയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈവനിങ് വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ പരിക്കം പണിയൊന്നും ചെയ്ത് നിരത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ താഴേക്ക് പോവാ, നിങ്ങളും വരിട്ടാ. അപ്പോൾ നല്ല അടിപൊളി കട്ടൻ ചായ ആയിട്ടുണ്ട് അല്ലേ. 1 2 3 ഇത്രയേ ഉള്ളൂ. മധുരം 3 ഇടുള്ളൂ. എന്താ വെച്ചാല് കുട്ടികൾക്ക് പിന്നെ ഇട്ട് കൊടുക്കുള്ളൂ. എനിക്ക് അധികം മധുരം പറ്റൂല. അതെ, ചായയില് ജ്യൂസില് ഒന്നിലും. ഐസ്ക്രീം ഞാൻ തിന്നും. ഐസ്ക്രീം മധുരം തോനെ വേണം. ചോക്ലേറ്റ് ഞാൻ തിന്നും. പക്ഷെ ചായയിൽ എനിക്ക് മധുരം പറ്റൂല, ജ്യൂസിൽ എനിക്ക് മധുരം പറ്റൂല. അല്ലേ, ചില ആളുകൾ കാണാം ഓപ്പൺ ചായ മതി പക്ഷെ കാട്ടി എടുക്കൽ ലഡു ആയിരിക്കും. അതേപോലെ പക്ഷെ ലഡു ജിലേബി അങ്ങനത്തെ മധുര സംഭവമൊന്നും ഇഷ്ടമല്ല. ഐസ്ക്രീം ഞാൻ തിന്നും, കേക്ക് 2 കഷ്ണമൊക്കെ തിന്നും, ടേസ്റ്റ് ഉണ്ടെങ്കിൽ. ഐസ്ക്രീം ചോക്ലേറ്റ് പൊതുവെ നമ്മളെ ഫേവറേറ്റ് അല്ലേ എല്ലാവരും. ചോക്ലേറ്റ് തിന്നും, അത് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് മാത്രമേ ഞാൻ തിന്നുള്ളൂ. കിറ്റ്കാറ്റ് അങ്ങനത്തെ ഒക്കെ കിട്ടുമ്പോഴേ, അല്ലാതെ തിന്നൂല. ചായയിൽ എനിക്ക് മധുരം ഇഷ്ടമല്ല. അപ്പോ നമ്മള് ചായ കുടിക്കല്ലേ. യെസ്, എന്താ പറഞ്ഞേ? ഇന്നിവിടെ അടുക്കളക്ക് ഒരു കഥ. എനിക്ക് തീരെ ഇന്ന് എന്താണെന്ന് അറിയില്ല, വയറ് സുഖം ഉണ്ടായിരുന്നില്ല, പനിയും വയറുവേദനയും അങ്ങനെ കൂടി വെച്ചേ. അപ്പൊ ഒരു കഥ ഇന്നൊക്കെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇന്ന് വെറും കട്ടൻ ചായയും വെറും റസ്കേ ഉള്ളൂ. വെറും റസ്കും ചായയും, വേറെ ഒന്നുമില്ല അല്ലേ. പൊന്നൊക്കെ എല്ലാം കടിക്കാൻ പറ്റില്ല, പല്ലെടുത്തായതുകൊണ്ട് ചായയിൽ നല്ല പുതിർത്തി ഒപ്പി കഴിക്കാം. മോനസ് അവിടെ. അപ്പോ കുട്ടിമോൻ ഇതിന്റെ എത്തിയിട്ടില്ല. വിളിച്ചു നോക്കാൻ നോക്കുമ്പോ കിട്ടണില്ല. അങ്ങനെയൊക്കെയാണ് അല്ലേ. നേരെ കുറെ വൈകി കാണാനില്ല. അപ്പൊ ഞങ്ങൾ ചായ അടിക്കണം. നിങ്ങളൊക്കെ ചായ അടിച്ചോ? കടികളൊക്കെ എന്താ എന്നും അതേ പൊരിക്കടി അങ്ങനെ എന്തെങ്കിലും കൊണ്ടുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ. മെയിനായിട്ട് അവന്റെ പല്ലിനെ പറ്റിയത് കൊടുക്കാൻ നല്ലതെന്ന് അങ്ങനെ ചിന്തിച്ചു. പിന്നെ അതിനെ ഒപ്പി വെള്ളം ചായയിൽ ഒപ്പണം എന്നേ വേണ്ട. അതിന് ഐസ്ക്രീം തന്നില്ല. അതിന് മുമ്പ് ഞാൻ ചായ വാങ്ങി തന്നില്ലേ, നല്ല എലൈറ്റിന്റെ റസ്ക് കേട്ടാ. പല്ലെടുക്കണതിന് മുമ്പ് അടിപൊളി ചായ. അപ്പോ പിന്നെ വേറെന്താ, കുട്ടിമാന അല്ല കാക്കയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ ഒരുപാട് വിശേഷങ്ങൾ പറയാണ്ട്, വേറെ 1-2 വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് പറയുന്നില്ല, നാളെ അതായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. നാളെ ഒരു പുതുപുത്തൻ വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ. ഡെയിലി രാത്രി 9 മണിക്ക് ഇൻഷാ അല്ലാഹ് ലൈവ് ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.